പരിശുദ്ധ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ ദിവസവും നിങ്ങളുടെ അടുക്കൽ വരുന്നതിനും ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതിനും ഇടയായതിൽ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. വന്നു ചേർന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അവിടുത്തെ വചനത്താലുള്ള പോഷണം സമൃദ്ധിയായി തന്ന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ വായിക്കുക. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാതക്കോണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഒരു കണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, ഒരു കണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതെന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവരെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് അവർ പുറത്തെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളനിലയിൽ കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സകല ഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തിരിയുമ്പോഴും അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. വായിച്ചതിൽ വളരെ ഉപകാരം എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടു എന്ന് ഞാൻ കരുതുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ വായിച്ച് കേട്ട 6-ാം അധ്യായത്തിൻ്റെ 6 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിപ്പാനിടയായത്. ഈ 6-ാം അധ്യായം എന്ന് പറയുന്നത് മഹാപീഡനം എന്ന് പറയുന്ന അതിഘോരവും ഭയങ്കരവുമായ 7 വർഷത്തെ കാലഘട്ടത്തിൽ ഭൂമിയിൽ നടക്കുന്ന ദൈവന്യായവിധിയുടെ ഭാഗമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ വാക്ക് ആവർത്തിച്ച് പറയണ്ടല്ലോ. മഹാപീഡനം എന്ന പേരിൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു 7 കൊല്ലത്തെ പീഡനം, അതിനെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ 70 ആഴ്ചവട്ടം എന്നുള്ള ഒരു വിഷയം ഇവിടെ ക്രമമായിട്ട് കേട്ടു. ആ 70 ആഴ്ചവട്ടത്തിൻ്റെ 70ാമത്തെ ആഴ്ചയാണ് ഈ പറയുന്ന മഹാപീഡനം എന്ന് പറയുന്ന ഒരു 7 കൊല്ലം. 70 ആഴ്ചവട്ടത്തിൻ്റെ 70ാമത്തെ ആഴ്ച. ആ 70ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് 7 കൊല്ലമാണ്. ഒരാഴ്ച എന്ന് പറയുന്നത് അന്ന് നമ്മൾ പഠിച്ചതാണ് 7 വർഷം. അപ്പോൾ ആ 7 വർഷകാലം ഭൂമിയിൽ നടക്കുന്ന, നമുക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അതിനെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധമുള്ള അതിഭയങ്കരമായിട്ടുള്ള ന്യായവിധി ഭൂമിയിൽ ചൊരിയപ്പെടുന്ന കാലമാണ്. ദൈവത്തിൻ്റെ കോപം, പിശാചിൻ്റെ കോപം, മനുഷ്യരെ അന്യോന്യം കോപിച്ച് തമ്മിൽ കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് പോകുന്ന കാര്യങ്ങൾ, അങ്ങനെ അതിഭയങ്കരമായിട്ടുള്ള ശിക്ഷാവിധി ഭൂമിയിൽ നടത്തപ്പെടുന്ന കാലഘട്ടമാണ് ഈ പറയുന്ന 7 കൊല്ലം. അത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ,
യേശുവിനെ തള്ളിപ്പറഞ്ഞ യഹൂദ ജാതിയെ യേശുവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒന്ന് ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. അവരെ ഒന്ന് മരിക്കിയെടുക്കുക. അതിന് ഈ ഉപദ്രവത്തിൻ്റെ തീച്ചൂളയിലൂടെ അവരെ കടത്തിവിട്ട് അവരെ ശരിക്കും ഒന്ന് പരുവപ്പെടുത്തി എടുക്കുന്നതിന് ഈ മഹാപീഡനം എന്ന് പറയുന്ന 7 കൊല്ലത്തെ ഉപദ്രവം അനിവാര്യമാണ്. മാത്രമല്ല, അവർ യേശുവിനെ തള്ളിപ്പറഞ്ഞ് ആ രക്തം ഞങ്ങളുടെ മേലെ വരട്ടെ എന്ന് വിളിച്ചു പറഞ്ഞല്ലോ. അത് ഇവർ അനുഭവിക്കണം. ആ ന്യായവിധി നടത്തുന്ന കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ ലോകത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അത് ഒരു പാതകമായി തീരും. ആളുകൾക്ക് യേശുവിനെ നിഷേധിച്ച് രക്ഷിക്കപ്പെടാതെ ഇരിക്കുന്നവർ തിരിഞ്ഞ് ചിന്തിക്കുന്നതിനും അവരുടെ കുറവുകൾ മനസ്സിലാക്കുന്നതിനും കർത്താവിനെ അംഗീകരിക്കുന്നതിനും തക്ക നിലയിലുള്ള ഒരു പീഡന പീരീഡാണ് ഈ പറയുന്ന 7 വർഷകാലം. ആ സമയത്ത് നടക്കുന്ന സംഭവങ്ങളുടെ ഒരു വിശദീകരണമാണ് 6-ാം അധ്യായത്തിൽ പറയുന്നത്. ആദ്യത്തെ 6 വാക്യങ്ങളിലായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത് 3 കുതിരകൾ പുറപ്പെട്ടു വരികയാണ്. ഒന്നാമത് പുറപ്പെട്ടു വരുന്നത് വെള്ളക്കുതിര, രണ്ടാമത് പുറപ്പെട്ടു വരുന്നത് ചുവന്നതായ കുതിര, മൂന്നാമത് പുറപ്പെട്ടു വരുന്നത് കറുത്തതായ കുതിര. ഈ 3 നിറങ്ങളോടുകൂടിയ 3 കുതിരകളെ ആ ജീവികളിൽ ഓരോന്ന് വിളിച്ചിറക്കുകയാണ്. ജീവികൾ വിളിച്ചിറക്കുന്നു. കുഞ്ഞാട് അഥവാ കർത്താവ് മുദ്ര പൊട്ടിക്കുന്നു. അനന്തര ഫലമായിട്ട് ഇവകൾ രംഗത്ത് വരുന്നു. അവയിലൂടെ ലോകത്തിൽ നടക്കുന്ന അതിഭയങ്കരമായ കാലം, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ഈ 3 കുതിരകളെക്കുറിച്ചും അതിൻ്റെ ഫലമായിട്ട് നിവർത്തിക്കപ്പെടുന്ന പരിണിത ഫലങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചതുകൊണ്ട് ഇനി അത് വിവരിക്കുന്നില്ല. അതിൻ്റെ തുടർച്ചയായിട്ട് 4-ാമത്തെ കുതിര പുറപ്പെടുന്നു. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത് 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയെന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. ആ ജീവിയുടെ കാര്യങ്ങളും മുദ്ര പൊട്ടിക്കുന്ന രീതിയൊന്നും ഇനി ആവർത്തിക്കുന്നില്ല. പലവട്ടം പറഞ്ഞു കഴിഞ്ഞ കാര്യമായതുകൊണ്ട് വിടുകയാണ്. അപ്പോൾ എങ്ങനെയുള്ള കുതിരയാണ് വരുന്നത്? അപ്പോൾ മഞ്ഞ നിറമുള്ള ഒരു കുതിര എന്നാണ്. മറ്റ് ചില പരിഭാഷകളിൽ ഇവിടെ ഈ മഞ്ഞക്കുതിര എന്ന് പറഞ്ഞിരിക്കുന്നതിന് മഞ്ഞയ്ക്ക് മങ്ങിയ നിറമുള്ള എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. മങ്ങിയ, തമിഴ് ബൈബിളിൽ മങ്കിന നിറം എന്നാണ് പറയുന്നത്. ഒരുമാതിരി വിളറിയ നിറം, രക്തപ്പച്ചപ്പില്ലാത്ത നിലയിൽ ഇങ്ങനെ വേവിച്ച മാംസം പോലെ വിളറി വെളുത്തുപോയതായ ഒരു കാര്യമാണ് അതിലൂടെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നത്. മങ്ങിയ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഒരു വല്ലാത്ത ഒരു പരുവം. അതിനിവിടെ പറയുന്നത് മരണം എന്ന മരണത്തിന് പ്രതിനിധിയായിട്ട്, മരണത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ മഞ്ഞ ഇവിടെ പറയുന്നത്. യെരമ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്ന് ഒരു വാക്യം ഇതിൻ്റെ സഹായമായിട്ട് നമുക്ക് വായിക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ആ കാലഘട്ടത്തിൻ്റെ പൊതുവായ സ്വഭാവത്തെയാണ് ആ നിറം വെളിപ്പെടുത്തുന്നതെന്ന് ഇപ്പോൾ വായിക്കാൻ പോകുന്ന വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകും. വായിച്ചാട്ടെ, 30-ന്റെ 6. കണ്ട, ഏത് മുഖവും വിളറിയിരിക്കുന്നു, പേടിച്ച് വിളറിയിരിക്കുന്ന ഒരു അവസ്ഥ. ഏത് മുഖവും വിളറിയിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ മഞ്ഞ നിറം. ഇനി ഈ മഞ്ഞ നിറം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? മരണത്തെ സൂചിപ്പിക്കുക. മരണത്തിന് പൊതുവെ നമ്മുടെ നാട്ടിൻപുറത്ത് പറയുന്ന നിറം എന്തുവാണ്? നമ്മുടെ നാട്ടിൻപുറത്ത് കറുപ്പാണ്. അപ്പോൾ പൊതുവെ ലോകത്തിൽ മരണത്തിന് കറുത്ത നിറത്തെയാണ് പ്രതീകമായിട്ട് പറയുന്നതെങ്കിൽ വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ മരണത്തിന് മഞ്ഞ നിറത്തെയാണ് കാണിക്കുന്നത്. ഇനി മരണം വരുന്നതിന് മുമ്പേ ശ്രദ്ധിച്ചോണേ, ആദ്യം ചുവന്ന കുതിര യുദ്ധം, അന്യോന്യം വെട്ടിക്കൊല്ലുകയും യുദ്ധങ്ങൾ നടക്കുകയും അതിൻ്റെ ഫലമായിട്ടുള്ള ചോര ചൊരിച്ചലിനെയുമാണ് ആ ചുവന്ന കുതിര കാണിക്കുന്നത്. അതിൻ്റെ തുടർമാനമായിട്ട് അടുത്തു വരുന്ന കറുത്ത കുതിര, അത് ക്ഷാമത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു. അപ്പോൾ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് പിന്നെ ക്ഷാമം തന്നെയാണ്. അപ്പോൾ യുദ്ധവും അതിൻ്റെ ഫലമായിട്ട് ക്ഷാമവും വന്ന് ആഹാരമില്ലാതെ, മരുന്നില്ലാതെ, വെള്ളമില്ലാതെ, ജീവിക്കുവാൻ ഒരു ഗത്യന്തരവുമില്ലാതെ എത്ര നാൾ മനുഷ്യൻ മുമ്പോട്ട് പോകും? അങ്ങനെ അങ്ങനെ ആയിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഊഹിച്ചാൽ മതി, പിന്നെ മരണത്തിൻ്റെ തേർവാഴ്ചയായിരിക്കും.
മരണം മനുഷ്യനെ ഭരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഒരുപാട് പേര് ചത്തൊടുങ്ങുന്ന ഒരവസ്ഥ. ഈ യുദ്ധങ്ങൾ വന്ന് മനുഷ്യർ ചത്തിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ കേട്ട് കേൾവിയും വായിച്ചറിവും ഒക്കെ ഉണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അത് ഈ കാലത്തും ഉണ്ട്. പക്ഷെ അന്ന് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നമ്മൾ ഇന്ന് കാണുന്നതോ കേൾക്കുന്നതായ രീതിയിലല്ല, അതിനേക്കാൾ എത്രയോ മടങ്ങധികമായി ആ കാലഘട്ടത്ത് മരണം മനുഷ്യനെ പിന്തുടരുമെന്നുള്ളതാണ്. അതായത് മരണവും പാതാളവും അവരെ പിന്തുടർന്നു എന്നാണ്. മാത്രമല്ല, ഇവിടെ മരണത്തിന് ഒരാളത്വം കൽപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്മേലിരിക്കുന്നവന് മരണം എന്ന് പേര്. പാതാളം അവനെ പിന്തുടർന്നു. ആ മരണത്തെയാണ് അവനെ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മരണത്തെ പിന്തുടരുന്ന പാതാളം. ഇനി അന്ന് മരിക്കുന്നതിന് മുഖാന്തരമായി തീരുന്ന 4 കാര്യങ്ങളും കൂടി ആ വാക്യത്തിൽ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ് നമുക്കത് വിടാം. എന്തൊക്കെയാ? 1 വാള് കൊണ്ടും, 2 ക്ഷാമം കൊണ്ടും, 3 മഹാവ്യാധി രോഗം അതുകൊണ്ടും, 4 ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലംശത്തിന്മേൽ അധികാരം ലഭിച്ചു എന്നാണ്. അപ്പോൾ മരണത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന 4 ഘടകങ്ങൾ അവിടെ പറയുക കേട്ടോ. അതിൽ ഒന്നാണ് വാള്. അതാണ് ചുവന്ന കുതിരയെ പ്രതിനിധാനം ചെയ്തത്. അത് നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. ഇനി അതിൻ്റെ ആവർത്തനത്തിലേക്ക് പോകുന്നില്ല. പിന്നെ ക്ഷാമം കൊണ്ട് ലോകത്തിൽ എത്രയോ ആളുകളാണ് ക്ഷാമത്താൽ മരിച്ചൊടുങ്ങിയിട്ടുള്ളത്. ഇന്നും ആഹാരമില്ലാതെയും ക്ഷാമം കൊണ്ടും ഈ എക്സ്ട്രാ പടം നമ്മൾ എടുക്കുന്നത് പോലെയൊക്കെ നെഞ്ചിലും മുതുകിലും ഒക്കെ ഉള്ള അസ്ഥികൾ പുറത്ത് കാണാവുന്ന വിധത്തിൽ അസ്ഥി പഞ്ചരങ്ങളായി തീർന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ, ആളുകളെ ഒക്കെ ഇന്നും നമുക്ക് ചില രാജ്യങ്ങളിൽ കാണാൻ കഴിയും. നമ്മളിവിടെ സമൃദ്ധമായിട്ട് ആഹാരമൊക്കെ കഴിച്ച് തൃപ്തമായി ഇരിക്കുമ്പോൾ ഒരു നേരത്തെ വിശപ്പടക്കാൻ നിവൃത്തിയില്ലാത്ത നിലയിൽ ക്ഷാമത്തെ അഭിമുഖീകരിക്കുന്ന, പട്ടിണിക്കാരായി കഴിയുന്ന ഒരുപാട് ആളുകൾ ലോകത്തിലുണ്ട്. ഇതൊക്കെ അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ ആ കാലത്ത് എത്തുമെന്നാണ് പറയുന്നത്. അതിന് മുഖാന്തരമായി തീർന്നതാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ. അപ്പം അങ്ങനെ മരിക്കും. പിന്നെ പറയുന്നത് മഹാവ്യാധി. ഈ മഹാവ്യാധി എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഭീതിയോടുകൂടെ തെളിഞ്ഞു വരുന്ന ഒരു രോഗമാണ് ഈ കഴിഞ്ഞ 2019 മനുഷ്യനെ വേട്ടയാടിയ കൊറോണ. അതിനു മുമ്പ് രോഗങ്ങളുണ്ട്. മഹാവ്യാധികൾ അവിടെ ഉണ്ടാകുമെന്നാണ്. എത്ര ആളുകളാണ് ആ സമയത്ത് ചത്തൊടുങ്ങിയത്. കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ആ മഹാദുരന്തം നമ്മളിപ്പോഴും മറന്നിട്ടില്ല. അതുപോലെ എങ്ങാനും ഒരു ചെറിയ വൈറസ് അങ്ങ് വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ മരിക്കുന്നതിന് അധികം സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ മഹാവ്യാധി കൊണ്ട് മനുഷ്യൻ മരിക്കും എന്നുള്ളത്, മഹാവ്യാധി കൊണ്ട് മനുഷ്യൻ മരിക്കും എന്നൊക്കെ പണ്ടൊക്കെ ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതിരുന്ന ഒരു പഴയ കാലം. അന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ നമ്പുമായിരുന്നില്ല. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ നാളുകൾ കഴിയുന്തോറും അതിന് പ്രസക്തി വർദ്ധിക്കുകയാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ ശരിയെന്നുള്ളത് ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ കൊണ്ട് നമുക്ക് മുദ്ര വയ്ക്കാൻ കഴിയും, അംഗീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഞാനിപ്പോൾ ആ ഭാഗം വിവരിക്കുന്നില്ല, ഇങ്ങനെ കഴിയുമെന്നാണ്. 4-മത്തെ ഒരു കാര്യം അവിടെ പറയുക, കാട്ടുമൃഗങ്ങൾ വന്യജീവികളിലൂടെ മനുഷ്യൻ കൊല്ലപ്പെടുമെന്നുള്ളതും ഒരു വലിയ വിഷയമാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഇടയിൽ തന്നെ കാട്ടിൽ വസിക്കുന്ന മൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യനെ കൊന്നിട്ടുള്ള എത്രയോ സംഭവങ്ങൾ ഈ പ്രത്യേകിച്ച് ഈ ഇടുക്കിയിലും വയനാട്ടിലുമൊക്കെ മനുഷ്യർ നേരിടുന്ന ഒരു വലിയ ദുരിതമാണ് ഈ പറയുന്നത്. കാട്ടാന, കാട്ടുപന്നി, അതുപോലെ വന്യജീവികൾ ഇറങ്ങുക, പക്ഷികളിൽ ഒന്നാണ് ഈ വവ്വാൽ എന്ന് പറയുന്നത്. എന്തിന് കൊതുക് കുത്തിവരെ മനുഷ്യൻ ചാകുന്നില്ലേ? അപ്പോൾ പക്ഷിമൃഗാദികളിലൂടെയുള്ള പരാക്രമണം, അവയിലൂടെയുള്ളതായ അവകളിലൂടെ മനുഷ്യൻ വരിക്കുന്ന മരണം, അവകളിലൂടെ മരണം മനുഷ്യനിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ അന്ന് ആ കാലത്ത് വളരെ അധികം വർദ്ധിക്കുമെന്നുള്ളതിൻ്റെ ഒരു സൂചന നമുക്കിവിടെ കിട്ടുന്നു. ഇങ്ങനെ 4-മത്തെ കുതിരയും പുറപ്പെട്ട് ആ നിലയിലുള്ള മരണത്തിലേക്ക് മനുഷ്യൻ നിലംപൊത്തി വീഴുന്ന അതിഭയങ്കരമായ സംഭവമാണ് 7-8 വാക്യത്തിൽ വായിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ 4 മുദ്രകൾ പൊട്ടിക്കുന്നു, 4 കുതിരകൾ പുറത്തു വരുന്നു. അതിൻ്റെ ചെറിയൊരു വിശദീകരണമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി നമുക്ക് അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള 3 വാക്യങ്ങളിൽ ആദ്യത്തെ 4 കുതിരകൾ പുറപ്പെട്ട് വന്ന് അതിലൂടെ നടക്കുന്ന അനന്തര ഫലങ്ങളെക്കുറിച്ച് 2 വാക്യങ്ങളിലാണ് പറഞ്ഞിട്ടുള്ളത്.
ആദ്യത്തെ 2 വാക്യങ്ങളിൽ വെള്ളക്കുതിര, രണ്ടാമത്തെ 2 വാക്യങ്ങളിൽ ചുവന്ന കുതിര, മൂന്നാമത്തെ 2 വാക്യങ്ങളിൽ കറുത്ത കുതിര, നാലാമത്തെ 2 വാക്യങ്ങളിൽ മഞ്ഞക്കുതിര. ഇങ്ങനെ 8 വാക്യങ്ങളിലായിട്ട് 4 കുതിരകൾ പുറപ്പെട്ടു വരുന്നതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് പറയുന്നു. ഇനി 9 മുതൽ 11 വരെ പറയുന്ന വാക്യങ്ങളിൽ പറയുന്നത് 5ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഉണ്ടായ സംഭവമാണ്. ഞാൻ ആ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ വായിച്ചതാണ് എന്ന് വരികിലും ഒന്നും കൂടെ വായിച്ചോളാം, ശ്രദ്ധിക്കുക. അവൻ 5ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥാ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തനും വെള്ള നിലയെങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. വളരെ ഞെട്ടിക്കുന്ന ഭയപ്പെടുത്തേണ്ടുന്നതായ ഒരു വലിയ സംഭവമാണ് ഇപ്പോൾ ഈ 3 വാക്യങ്ങളിലൂടെ 5ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോഴുള്ള അനന്തര ഫലങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള 3 വാക്യങ്ങളിൽ പറയുന്നത് മുദ്രകൾ പൊട്ടിക്കുന്ന ക്രമത്തിൽ 5ാമത്തെ മുദ്ര പൊട്ടിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അരങ്ങേറുന്ന അതിഭയങ്കരമായ സംഭവങ്ങളുമാണ് ഈ 3 വാക്യങ്ങളിൽ പറയുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ 4 മുദ്രകൾ പൊട്ടിച്ചപ്പോൾ 4 നിറത്തിലുള്ള കുതിരകൾ രംഗപ്രവേശനം ചെയ്യുകയാണ്. എന്നാൽ ഈ 5ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ കുതിരക്കുളമ്പടികളൊന്നും കേൾപ്പാനില്ല. അതുപോലെ കുതിരപ്പുറത്തിരിക്കുന്ന ആരും പ്രത്യക്ഷമായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നില്ല. അമ്മാതിരിയുള്ളതായ ഒരു കാര്യവും ഈ 5ാം മുദ്ര പൊട്ടിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. സ്ഥിതി മാറുകയാണ്. അതായത് നേരത്തെ ഉള്ള 4 കുതിരകൾ പുറത്തു വന്ന് അതിൻ്റെ ഫലമായിട്ട് നടന്ന ന്യായവിധികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട്, കുറച്ചുകൂടെ പറഞ്ഞാൽ ഭീതിജനകമായ വേറൊരു ദിശയിലേക്ക്, വേറൊരു സ്വഭാവത്തിലേക്ക് ഈ ന്യായവിധിയുടെ പീരീഡ് അങ്ങ് മാറുകയാണ്. ഇതിനെ നമുക്കിങ്ങനെ പറയാം, മതപീഡ. ഈ 3 വാക്യങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്ന അതിഭയങ്കരമായ സംഭവങ്ങൾ അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന എന്തോന്ന്? മതപീഡനം. അതാണ്. അത് നേരത്തെ കേട്ടല്ലോ, ചോരചൊരിച്ചിലും ക്ഷാമവും അങ്ങനെയൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇപ്പോൾ കാര്യം മാറുക. ഇതൊരു മതപീഡനമാണ്. ഈ മതപീഡനം എന്ന് കേൾക്കുമ്പോൾ ഇത് അന്ന് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, ഇന്നും ഉണ്ട്. അത് ഞാൻ വഴിക്ക് പറയും. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ അന്ന് ഇതുപോലെയല്ല, അതിൻ്റെ ഉച്ചഘട്ടത്തിലെത്തുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും. എന്താണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, 9ാം വാക്യം വീണ്ടും നോക്ക്. അവൻ 5ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും എന്ത് ചെയ്യപ്പെട്ടു? അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. ഇവിടെ കുറേ ആളുകളുടെ ആത്മാക്കൾ, അതായത് മരിച്ചവരുടെ ആത്മാക്കൾ. ഇപ്പം നമ്മളിങ്ങനെ ഇരിക്കുന്നു. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമാണ് ഭൂമിയിൽ നിലംപൊത്തി വീഴുന്നത്. നമ്മുടെ ആത്മാവ് എന്ത് ചെയ്യുന്നു? ശരീരത്തിൽ നിന്ന് പിരിയുന്നു. അങ്ങനെ ഇവിടെ ശരീരം വിട്ട് പിരിഞ്ഞ ആത്മാക്കൾ എല്ലാം കൂടെ എവിടെ ഇരിക്കുന്നു? യാഗപീഠത്തിന്റെ കീഴിൽ ഒരുമിച്ച് കൂടി കിടക്കുന്നു. അതെന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് പറയാം, ചെറിയ ചെറിയ വാക്കുകളിലൂടെ പറയാം. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ കുറെ ആളുകൾ കൊല്ലപ്പെട്ടു? എന്തുകൊണ്ട് കുറെ ആളുകൾ ഇവിടെ കൊല്ലപ്പെട്ടു? എത്ര പേരാണ് കണക്കൊന്നും പറഞ്ഞിട്ടില്ല. കണക്കാക്കാൻ പറ്റാത്ത നിലയിലുള്ള വലിയൊരു കൂട്ടം ആളുകൾ കൊല്ലപ്പെട്ടു. അവരെ കൊന്നു. അവിടെ പറയുമ്പോൾ അറുത്തു. അത് ഞാൻ വേറെയും ചില വാക്കുകൾ അതിൻ്റെ കൂട്ടത്തിൽ പറയാറുണ്ട്. അവരെ കൊല്ലുന്നതിന്, അവരെ നിഷ്കരണം കൊലപ്പെടുത്തുന്നതിന് അവരെന്ത് ചെയ്തു? 2 കാര്യങ്ങൾ അവർ ചെയ്തു എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അല്ലയോ? എന്തോ ആ 2 കാര്യങ്ങൾ നോക്കിക്കേ. ഒന്ന്, അവരെ കൊല്ലുവാനുള്ള ഒരു കാര്യം ദൈവവചനം നിമിത്തം.
ദൈവവചനം നിമിത്തം. അപ്പോൾ ദൈവവചനം നിമിത്തം എന്ന് പറഞ്ഞാൽ ഈ മരണപ്പെട്ട ആളുകൾ ദൈവവചനം എന്ത് ചെയ്തു? ദൈവവചനം എന്ത് ചെയ്തു? പാലിച്ചു. ദൈവവചനം പ്രമാണിച്ചു. ദൈവവചനം പ്രമാണിച്ച് ജീവിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ കാര്യം പറയുന്നത് തങ്ങൾ പറഞ്ഞ സാക്ഷ്യം. നിങ്ങൾക്കറിയാമോ, യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിലേക്ക് നാടുകടത്തപ്പെടാനുള്ള കാരണവും ഈ രണ്ട് കാര്യം തന്നെയാണ്. അത് നമ്മൾ കുറച്ച് വിശദമായി അന്ന് അത് കേട്ട കാലത്ത് അത് പറഞ്ഞ ആളുകളിൽ പഠിച്ചതാണ്. നോക്കിക്കേ, 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, 1:9 വായിച്ചാട്ടെ. 1:9. യോഹന്നാൻ എന്ന ഞാൻ, കേട്ടോണം പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ, അല്ലെങ്കിൽ ഞാൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു എന്ന് വെച്ചോ, ഞാൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. പൗലോസ് യോഹന്നാൻ പറയുക. എന്താ കാര്യം? എന്തെങ്കിലും കുറ്റങ്ങളോ തെറ്റുകളോ ക്രമക്കേടുകളോ പോരായ്മകളോ പാപമോ ചെയ്തത് കൊണ്ടല്ല. അഭിമാനത്തോടുകൂടെ ദൈവത്തിന്റെ ദാസന് പറയാം, ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം യോഹന്നാൻ എന്ന ഞാൻ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. പത്മോസ് എന്ന ദ്വീപിലേക്ക്. ഇപ്പൊ ഇവിടെയും പറയുന്നത് കണ്ടോ, ഇപ്പൊ നമ്മൾ വായിച്ച 6-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെയും പറയുന്നത് ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അർക്കപ്പെട്ടവരുടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ വിഷയം ദൈവവചനത്തിന് വേണ്ടി അവർ ജീവിച്ചു. ദൈവവചനത്തെ ജീവിതത്തോട് ചേർത്ത് വെച്ചു, അവരുടെ നെഞ്ചോട് ചേർത്ത് വെച്ചു. വചനം അവർക്ക് ഒരു ഒരു രേഖയായിരുന്നു. വചനം വിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയാതെ വചനത്തിൻ്റെ പാതയിൽ ശരിയായി മുമ്പോട്ട് പോയപ്പോൾ അങ്ങനെ ജീവിച്ചതുകൊണ്ട്, അങ്ങനെ പറഞ്ഞു പോയതുകൊണ്ട് അവരുടെ ജീവൻ തന്നെ അതിനു വേണ്ടി കൊടുക്കേണ്ടി വന്നു. മനസ്സിലാക്കണം, ഇത് നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കുന്നല്ലോ ഈ പുസ്തകം. ഇതിന് മൊത്തത്തിൽ പറയുന്ന ഒരു പേരാണ് ദൈവവചനം. അപ്പൊ ഈ ദൈവവചനത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നു. പിന്നെ ഈ വചനത്തിൻ്റെ നമ്മൾ സഭാചരിത്രം പരിശോധിച്ചാൽ ഈ വചനം ജീവിതത്തിൽ പാലിക്കാൻ നിർബന്ധ ബുദ്ധി ഉള്ളവരായ ആളുകളെല്ലാം അതിനുവേണ്ടി വാക്കുകൾക്ക് അതീതമായ വില കൊടുക്കേണ്ടി വന്നവരാണ് ദൈവവചന നിമിത്തം എന്ന് പറയുന്നത്. ഇപ്പൊ യോഹന്നാൻ നാടുകടത്തപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ. അത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവചനം വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ ഒട്ടും വിഘ്നം കൂടാതെ പാലിക്കാൻ ഒരാൾ നിർബന്ധമായാൽ, പാലിക്കാൻ തീരുമാനിച്ചാൽ, ആ തീരുമാനിക്കുന്ന ആളിന് എന്തുണ്ടാകും? ഉപദ്രവം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ബൈബിൾ കാലഘട്ടം എന്ന് പറയുന്നത് കർത്താവായി അല്ലെങ്കിൽ ദൈവമായിട്ട് അന്ന് ആളുകൾ ഏറ്റു പറയേണ്ടിയിരുന്നത് റോമൻ ഭരണാധികാരികളെയാണ്, റോമൻ ചക്രവർത്തിമാരെയാണ്. എൻ്റെ ദൈവവും കർത്താവുമേ എന്ന് യേശുവിനെ ഒരാൾ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മരിക്കേണ്ടത് തന്നെയാണ്. എൻ്റെ ദൈവവും കർത്താവുമായ ഡൊമിഷ്യൻ ചക്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് രക്ഷപ്പെടാം. നോക്കിക്കേ, ഈ ആശയത്തിലാണ് കൊരിന്ത്യ ലേഖനത്തിൽ ചില ഭാഗങ്ങൾ പൗലോസ് പറയുന്നത്. 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 2-ാം അധ്യായം, ക്ഷമിക്കണം, 1 കൊരിന്ത്യർ 8-ാം അധ്യായം, 1 കൊരിന്ത്യർ 8-ാം അധ്യായം 4 മുതലുള്ള വാക്യം. 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യം നോക്ക്. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അന്ന് പല ദേവീദേവന്മാരെ കർത്താക്കന്മാരായി ഭരിക്കുന്നവരായിട്ട് ദൈവമായിട്ട് ആളുകൾ സങ്കല്പിച്ച് സ്വീകരിച്ചു ഉണ്ട്. ഒരുപാട് പേര് അങ്ങനെ ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ദാസൻ പറയുന്നത് നമുക്ക് ഒരു കർത്താവേ ഉള്ളൂ, ഏക കർത്താവേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ എന്തു പറഞ്ഞാണ് എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? റോമർ 10:9 പറയുന്നില്ലേ, യേശുവിനെ നമ്മുടെ കർത്താവായി ഏറ്റുപറയുന്നു. അപ്പോൾ അങ്ങനെ കർത്താവായി ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്ന ഒരു വ്യക്തി ആ കർത്താവിനായി തന്നെ സമർപ്പിക്കുകയാണ്. ആ നിലയിലുള്ള ഒരു തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തി ആ നിലയിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ നിമിത്തം ഉപദ്രവം ഉണ്ടാകും.
പ്രത്യേകിച്ച് ആ കാലഘട്ടത്ത് അങ്ങനെ തീരുമാനിക്കുന്നതിനെയാണ് ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ പറയുന്നത്. വചനം കാത്തു എന്ന് പറയുന്നത്, വചനത്തോട് അവർ കൂറു പുലർത്തി. വേറെ ആരെയും കർത്താവായിട്ട് സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. അതിനുവേണ്ടി അവരുടെ മനസ്സിൽ ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഭരണാധികാരികളെ കർത്താവായിട്ട് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. റോമൻ ചക്രവർത്തിമാർ കേവലം മനുഷ്യരാണ്, ഭരണകർത്താക്കന്മാരാണ് എന്നതിലുപരി അവർക്ക് ദിവ്യത്വം കൽപ്പിച്ചോ ദൈവം എന്ന സ്ഥാനത്ത് അവരെ കാണാനോ ഉൾക്കൊള്ളാനോ ഏറ്റുപറയാനോ അവർ തയ്യാറായില്ല. അതുകൊണ്ട് അതിൻ്റെ പേരിൽ അവർ അന്ന് കൊല്ലപ്പെട്ടു. ഒരുപാട് പേർ കൊല്ലപ്പെടുവാനിടയായി. അതുകൊണ്ടാണ് ദൈവദാസൻ അതിൻ്റെ 12-ാം അധ്യായത്തിൽ പറയുന്നത്, 1 കൊരിന്ത്യർ 12-ന്റെ 3-ാമത്തെ ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറകയില്ല. അടുത്ത വാക്ക് നോക്ക്, പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറവാൻ ആർക്കും കഴിയില്ല. അത് ഈ പശ്ചാത്തലത്തിൽ പറയുന്ന ഒരു വാക്യമാണ്. തികച്ചും പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ മാത്രമേ ഒരാൾക്ക് യേശു കർത്താവെന്ന് പറയാൻ പറ്റുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ ആൾ മരിക്കാൻ തീരുമാനിച്ചു എന്നാണ്. പിന്നെ അവന് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അത്ര നിർബന്ധത്തോടുകൂടെ, അത്ര എന്താ പറയുക, കർശന മനസ്സോടുകൂടെ ഒരാൾ അതങ്ങ് ഏറ്റെടുത്ത് കഴിയുമ്പോൾ ആൾ മരിക്കാൻ തയ്യാറായി എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇതാണ് യേശുവിൻ്റെ സാക്ഷ്യം, ദൈവവചന നിമിത്തം. അതുകൊണ്ട് പിന്നെ ദൈവവചനം പാലിക്കാനായിട്ട് അവർ നിർബന്ധ ബുദ്ധി ഉള്ളവരായി തീർന്നപ്പോൾ അവർ അതിൻ്റെ പേരിൽ മരിക്കേണ്ടി വന്നു. ഇനി അതിൻ്റെ വേറൊരു വശം കൂടി പറയാം. വിശ്വാസികളുടെ ഇടയിലായാലും ദൈവവചനം ദൈവവചനമായിട്ട് പറയുമെങ്കിൽ, ഇത് ഒന്നും കൂടി പറയാം, ഇത് ഞാൻ പുറം ലോകത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, അവിശ്വാസികളുടെ ഇടയിലെ കാര്യമാണ് പറഞ്ഞത്. ദൈവവചനത്തിൻ്റെ നിർമ്മല സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞാലും അത് ഏറ്റെടുത്തുകൊണ്ട് ജീവിച്ചാലും ഗവൺമെൻറ് നമുക്ക് അനുകൂലമാകയില്ല. ചിലപ്പോൾ നമുക്ക് വേണ്ടി തുറന്നു കിടക്കുന്ന കാരാഗ്രഹങ്ങളായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. നമുക്ക് പൂമാലയും അംഗീകാരവും കിട്ടത്തില്ല. ആളുകൾ നമ്മളെ തെറി പറയും, നമ്മളെ പരിഹസിക്കും, നമ്മളെ ഒറ്റപ്പെടുത്തും, നമ്മളെ ഒരു വിധത്തിൽ ഒരു മൂരാച്ചികളായിട്ട്, രാജ്യദ്രോഹികളായിട്ട് വരെ മുദ്ര കുത്താൻ സാധ്യതയുണ്ട്. ഈ വചനത്തിൻ്റെ തെളിഞ്ഞ സത്യങ്ങൾ അതുപോലെ അങ്ങ് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായി കഴിയുമ്പോൾ. അതുപോലെ തന്നെ മറ്റൊരു വശം പറയാം. വിശ്വാസികളുടെ ഇടയിലും വചനത്തിൻ്റെ മൂല്യം പാലിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മല സത്യങ്ങൾ നമ്മൾ ദൈവമക്കളുടെ ഇടയിൽ പറഞ്ഞാലും തിക്താനുഭവം ഇതുപോലെ തന്നെ ആയിരിക്കും. അല്ലയോ? ആണോ അല്ലയോ? പറഞ്ഞത് മനസ്സിലായി? ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഈ പുസ്തകം തുറന്ന് ഇതിനകത്തുള്ള യഥാർത്ഥ സത്യങ്ങൾ പച്ചയ്ക്ക് അതുപോലെ പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ നെറ്റി ചുളുങ്ങും, നമ്മുടെ മുഖം പാടും, നമുക്കതിനോട് ഒത്തുപോകാൻ പറ്റും. യാഥാർത്ഥ്യങ്ങളോട് ചേർന്ന് പോകാനുള്ള വിമുഖതയാണ്. കാരണം അത്രയ്ക്ക് ഈ 2 ദിനവൃത്താന്തങ്ങൾ 18-ാം അധ്യായം വായിച്ചാൽ അവിടെ ആഹാബും യോശിയാവും എന്ന് പറയുന്ന യെഗസ്കിയാവും എന്ന് പറയുന്ന 2 രാജാക്കന്മാർ, അവർ 2 പേരും കൂടെ സംബന്ധം കൂടി യുദ്ധത്തിന് പോകാൻ സമയത്ത് ദൈവത്തിൻ്റെ ഹിതം അറിയാൻ വേണ്ടി അവിടെ ഒരു പ്രവാചകനോട് ചോദിക്കുക. പ്രവാചകൻ ദൈവവചനം അതിൻ്റെ നിലയിൽ, തനിതായ നിലയിൽ പറഞ്ഞപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് അതിനകത്തുള്ള ഈ ആഹാബ് എന്ന് പറയുന്ന ആളിന് എന്ത് സംഭവിച്ചെന്നറിയാമോ? വചനം പറഞ്ഞ ദൈവദാസനെ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുവോളം പിടിച്ചെവിടെ ഇടാൻ പറഞ്ഞു? ജയിലിൽ ഇടാൻ പറഞ്ഞു. ഞെരുക്കത്തിൻ്റെ അപ്പം കൊടുക്കാൻ പറഞ്ഞു. കഷ്ടതയുടെ വെള്ളം കുടിപ്പിക്കാൻ പറഞ്ഞു. അവനെ പിടിച്ച് ജയിലിലിട്ടു. അവൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞതാണ്. മനസ്സിലായോ? അതുകൊണ്ടായിരിക്കണം പരിശുദ്ധാത്മാവ് തിമത്യോസിന്റെ ലേഖനത്തിൽ പറയുമ്പോൾ പറഞ്ഞത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. സത്യവചനത്തെ എങ്ങനെ? യഥാർത്ഥം. അപ്പൊ സത്യവചനം യഥാർത്ഥമായിട്ടും പറയാം, സത്യവചനം യഥാർത്ഥമല്ലാതെയും പറയാം. പറയുന്ന ആളിനറിയാം ഇത് യഥാർത്ഥമാണ്, ഇതിപ്പോൾ ഇവിടെ പറഞ്ഞാൽ ആകെ പ്രശ്നമാകും, അതുകൊണ്ട് നമുക്കൊരല്പം ഒന്ന് വളച്ചൊടിച്ച് അതുപോലെ ഒന്നും പറയണ്ട. ഇന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ഉദാഹരണം, ഒരു സഭയിലും ചെന്ന് ശരിക്കും വചനം പറയാൻ പറ്റത്തില്ല. കാരണം എല്ലായിടത്തും എല്ലാ കുഴപ്പങ്ങളുമുള്ള ആളുകൾ കാണും. അപ്പോൾ ആരോട് എന്തോ പറയാൻ പറ്റും? പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവർക്ക് അപ്രീതി ഉണ്ടാകും,
ഒരു തിരസ്കരണം ഉണ്ടാകും, പറയുന്ന ആളിനോട് ഒരു അതൃപ്തി ഉണ്ടാകും. അതുകൊണ്ട് ഈ വചനം ശുശ്രൂഷിക്കുന്ന ആളുകൾ ഇപ്പോൾ ഒരു തപ്പി നടക്കുക. അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് ആശയം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിലും അതൊന്നും നോക്കാതെ എന്തു വന്നാലും ഞാൻ വചനം അതിൻ്റെ തനിമയായ നിലയിൽ വളച്ചൊടിക്കാതെ, കൂട്ടിച്ചേർക്കാതെ, കുറയ്ക്കാതെ ഉള്ളതുപോലെ പറയും എന്നൊരാൾ തീരുമാനിച്ചാൽ ആ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ കുറേ പാടുകളും ഉപദ്രവങ്ങളും സഹിക്കേണ്ടി വരും. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അങ്ങനെയാണ് ഇവിടെയും സംഭവിച്ചത്. ദൈവവചനം നിമിത്തം, ദൈവവചന നിമിത്തം. അതുകൊണ്ട് ഒരു സന്തോഷമുള്ളത്, ദൈവവചന നിമിത്തം ഉപദ്രവങ്ങളും പ്രതികൂലങ്ങളൊക്കെ വരുന്നുവെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കാൻ തയ്യാറാകുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത് ഇവരെ കൊലപ്പെടുത്തുന്നതിനുള്ള രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്നു, തങ്ങൾ പറഞ്ഞ സാക്ഷ്യം. അത് അവരെന്ത് സാക്ഷ്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, അതിനെ കുറച്ചുകൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, അവർ പറഞ്ഞ സുവിശേഷം നിമിത്തം. തങ്ങൾ പറഞ്ഞ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അവർ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അതാണ് യോഹന്നാനും പറഞ്ഞത്, ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം. അപ്പോൾ മഹാപീഡന കാലത്ത് യേശുവിനെ സാക്ഷിക്കുവോ? യേശുവിനെ കുറിച്ച് പറയുവോ? പറയും. യേശുവിനെ കുറിച്ച് പറയുന്ന സുവിശേഷം എന്ന് പറയപ്പെടും. പക്ഷേ ആ സുവിശേഷത്തിന് പേര് ഇങ്ങനെയല്ല. നിങ്ങൾക്കറിയാമോ, ഈ കാലഘട്ടത്ത് ഇത് നമ്മൾ ഇനിയും വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനം തുടരുന്നതിനനുസരിച്ച് ഇപ്പോൾ പറയുന്ന കാര്യം വീണ്ടും കേൾപ്പിക്കേണ്ടി വരും. അങ്ങനെ ചില ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായി കേൾക്കാം. എങ്കിൽ ഇന്നത്തെ ഈ വിഷയത്തോട് ചേർത്തൊരു അല്പകാര്യം പറയാം. നമ്മൾ അത്യാവശ്യം അറിയേണ്ടത്, ഈ നമ്മൾ പറയുന്ന സുവിശേഷമുണ്ടല്ലോ, ആ സുവിശേഷത്തിന് പല പേരുകളുണ്ട്. ആ സുവിശേഷം പറയപ്പെടുന്ന കാലഘട്ടത്തിനനുസരിച്ച് പേരുകൾക്ക് മാറ്റവും ഉണ്ട്, അതിൻ്റെ സ്വഭാവത്തിന് മാറ്റമുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്ന സുവിശേഷത്തിന് പൊതുവെ പറയുന്ന ഒരു പേരുണ്ട്. എന്ത് സുവിശേഷം എന്നറിയാമോ? കൃപയുടെ സുവിശേഷം. കൃപയുടെ സുവിശേഷം ഇപ്പോൾ നമ്മൾ പറയുന്ന സുവിശേഷം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യനെ സുവിശേഷത്തിലൂടെ രക്ഷിക്കുന്നു, പ്രവൃത്തിയാലല്ല, പിന്നെ എങ്ങനെയാണ്? കൃപയാൽ. അതുകൊണ്ട് നമ്മൾ ദൈവകൃപയുടെ സുവിശേഷമാണ് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരാളിനോടും പറയുമ്പോൾ പറയുന്നത്, നീ ഒന്നും ചെയ്യണ്ട, ആകെ ഇത് അങ്ങ് അംഗീകരിച്ചാൽ മതി, ഇത് വിശ്വസിച്ചാൽ മതി. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഫലമായി ദൈവം നിൻ്റെ പാപങ്ങളെയും കുറ്റങ്ങളെയും പുറത്ത് നിന്നെ രക്ഷിക്കും. ഇതാണ് ഇന്ന് പറയുന്ന സുവിശേഷം. പക്ഷെ അന്ത്യക്രിസ്തുവിൻ്റെ കാലത്ത്, ഈ മഹാപീഡന കാലത്തും അന്നത്തെ ആളുകൾ ഈ സുവിശേഷം പറയും. യേശുവിനെ വിശ്വസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിലുള്ള നല്ലൊരു പങ്ക് ആളുകൾ ആ പറയുന്ന സുവിശേഷത്തിനൊരു പേരുണ്ട്, രാജ്യത്തിൻ്റെ സുവിശേഷം. എന്ത് സുവിശേഷം? രാജ്യത്തിൻ്റെ സുവിശേഷം. ഈ രാജ്യത്തിൻ്റെ സുവിശേഷം പണ്ട് പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഈ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് തുടങ്ങിയ ആള് യോഹന്നാൻ സ്നാപകനാണ്. അതാണ് മത്തായിയുടെ സുവിശേഷം. ഒന്ന് വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1-2 വാക്യം നോക്കുക. മത്തായി 3:1-2 വാക്യം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം. എന്തുവാ പ്രസംഗിച്ചത്? കണ്ടോ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരം. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇതാണ്, മാനസാന്തരപ്പെടുക. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ സമയം അടുത്തിരിക്കുന്നു. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ സമയം അടുത്തിരിക്കുന്നു. ആ രാജ്യത്തിൽ നിങ്ങൾ ചേർക്കപ്പെടണമെങ്കിൽ, ആ രാജ്യത്തിൽ നിങ്ങളും ഉൾപ്പെടണമെങ്കിൽ എന്ത് ചെയ്തോണം? മാനസാന്തരപ്പെടണം എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് യോഹന്നാൻ്റെ തൊട്ട് പുറകെ വരുന്ന യേശു ക്രിസ്തുവും യോഹന്നാൻ്റെ അതേ പ്രസംഗം അതുപോലെ എടുത്ത് പ്രസംഗിച്ചു. കർത്താവ് പ്രസംഗിച്ചപ്പോൾ ചെറിയ വ്യത്യാസം വന്നു. കർത്താവ് പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം. യോഹന്നാൻ അതാണല്ലോ പറഞ്ഞത്, ദൈവരാജ്യം അടുത്തിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെടണം. യേശു കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്ന് കർത്താവും പ്രസംഗിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ശിഷ്യന്മാരിൽ ഒരു 70 പേരെ കർത്താവ് തിരഞ്ഞെടുത്തിട്ട് അവരോടും ഇത് തന്നെ പറയാൻ പറഞ്ഞു വിട്ട്, നിങ്ങൾ യഹൂദന്മാരുടെ ഇടയിലേ പോകാവൂ, ഏതെങ്കിലും ഒരു വീട്ടിൽ നിങ്ങളെ കൈക്കൊണ്ടാൽ അവിടെ സമാധാനം എന്ന് പറയുവിൻ എന്ന് ലൂക്കോസ് 10-ാം അധ്യായത്തിൽ ഇവരെ പറഞ്ഞു കൊടുക്കുന്ന കുറേ പ്രമാണങ്ങളുണ്ടല്ലോ. അതെല്ലാം ഈ പറഞ്ഞ സുവിശേഷത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഏത് പറഞ്ഞ സുവിശേഷത്തോട്? ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട പ്രായോഗിക നിർദ്ദേശങ്ങളാണ് അവിടെ പറയുന്നത്.
എന്നാൽ അങ്ങനെ തുടർന്നു കൊണ്ടിരുന്ന ഈ രാജ്യത്തിൻ്റെ സുവിശേഷ പ്രസംഗം യേശു കർത്താവ് കഴുതപ്പുറത്ത് യെരുശലേം നഗരിയിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്തോടുകൂടെ ഇതങ്ങ് നിർത്തി. കാരണം അങ്ങോട്ട് ചെന്നപ്പോൾ രാജാവ് കഴുതപ്പുറത്ത് കയറി ഈ തലസ്ഥാന നഗരിയിലേക്ക് പോയപ്പോൾ നഗരം മുഴുവനും ഇളകി ആഹ്ലാദപരമായി ഒരു ഭാഗത്ത് സ്വീകരിച്ചെങ്കിലും പൂർണ്ണമായിട്ടും അവർ കർത്താവിന് എന്ത് ചെയ്തു? നിരസിച്ചു. അതോടുകൂടെ ഈ പ്രസംഗവും നിർത്തിവെച്ചു. അത് കഴിഞ്ഞ് യേശു കർത്താവ് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് കൊടുത്ത വലിയ നിയോഗത്തിൽ എന്നാ പറഞ്ഞെന്നറിയാമോ? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ പുറപ്പെട്ട് എവിടെയൊക്കെ പുറപ്പെട്ടു പോകണം? ലോകത്തിൻ്റെ അറ്റത്തോളം, ഭൂമിയിലെങ്ങും പുറപ്പെട്ടു. മറ്റേത് പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. അതിന് കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ വെച്ചു. ഇത് എല്ലായിടത്തും ചെന്ന് പറയുക, എന്നിട്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. അപ്പോൾ ദൈവകൃപയുടെ സുവിശേഷത്തിൻ്റെ സന്ദേശം ഇവിടെ തുടങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ പ്രസംഗിക്കുന്നത്, ഇപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്, വീടുകളിൽ ചെന്ന് പറയുന്നത്, സുവിശേഷ യോഗത്തിൽ പറയുന്നത്, ട്രാക്റ്റിലൂടെ നമ്മൾ അറിയിക്കുന്നതെല്ലാം ഈ സുവിശേഷമാണ്. ഇനി കർത്താവ് വന്ന് സഭയെ ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവകൃപയുടെ സുവിശേഷം എന്ത് ചെയ്യപ്പെടുമെന്ന് അറിയാമോ? അതോടുകൂടെ തീർന്നിട്ട് പിന്നെ അന്തിക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിക്കുകയാണ്. അപ്പോൾ പണ്ട് കർത്താവും ശിഷ്യന്മാരും കുറേ കാലം പ്രസംഗിച്ചിട്ട് യെരുശലേം പ്രവേശന ദിവസത്തോടുകൂടെ നിർത്തിവെച്ചെന്ന് പറഞ്ഞല്ലോ. ആ പ്രസംഗം പിന്നെ എന്ത് ചെയ്യും? പുനരാരംഭിക്കും. ആ ആരംഭിക്കുന്ന സുവിശേഷത്തിൻ്റെ സാക്ഷ്യ നിമിത്തമാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ഇവിടെ കുറെ ആളുകൾ എന്ത് ചെയ്തത്? കൊന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു വന്ന ലൈൻ മനസ്സിലായോ? അതിൻ്റെ പേരിൽ കൊന്നു. അപ്പൊ സുവിശേഷ നിമിത്തം ആളുകളെ കൊല്ലുന്നത് അന്ത്യക്രിസ്തുവിന്റെ കാലത്ത് മാത്രമല്ല, ഇന്നും എത്രയോ പേരെ കൊന്നു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒഡീഷയിൽ നിങ്ങൾ മീഡിയകളിലൊക്കെ കണ്ടു കാണും, 3 പേരെ കോടാലിക്ക് വെട്ടിക്കൊന്നു. അതൊന്നും ഇവിടുത്തെ ഈ എന്താ പറയുക പ്രധാന മാധ്യമങ്ങളിലൊന്നും ചാനലുകളിലൊന്നും വരുന്നില്ല, പത്രങ്ങളൊന്നും അധികം റിപ്പോർട്ട് ചെയ്യാനില്ല. നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കേൾക്കുന്നതൊക്കെ വളരെ അപൂർവമാണ്. കഴിഞ്ഞ ഏത് കാലത്തെക്കാളും ഇപ്പം മതപീഡ ഇന്ത്യയിലും കേരളത്തിലൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെന്ത് കുറ്റം ചെയ്തു ഇങ്ങനെ ഇവരെ കൊല്ലാനായി? ഒറ്റ കാരണം, അതിന് ചിലരൊക്കെ വളച്ചൊടിച്ച് വാർത്ത കൊടുത്തത് വസ്തുതർക്കമെന്നാണ്. വസ്തുതർക്കം ഉണ്ടായി ഈ വിശ്വാസം സ്വീകരിച്ചവരോട് ആ കുടുംബക്കാർ പറഞ്ഞു വീട് വിട്ടു പോയിക്കോളാൻ, ഞങ്ങളുടെ ഊര് വിട്ട് പോകാൻ പറഞ്ഞു. അതിനെയാണ് അവർ വസ്തുതർക്കമാക്കി തീർത്തത്. പക്ഷേ ഇതാണ് കാരണം, അതിൻ്റെ പുറകിലുള്ളതായി വിശ്വസനീയമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മതപീഡ ഇന്നുമുണ്ട്. യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ, അത് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പോകുന്നവരെ കളിയാക്കുന്നില്ലേ, ഉപദ്രവിക്കുന്നില്ലേ? ഞാനതൊന്നും വിശദീകരിക്കുന്ന ഒറ്റ വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അന്ന് അന്ത്യക്രിസ്തുവിൻ്റെ കാലത്ത് അന്ത്യക്രിസ്തുവാണ് അജയ്യനായി രാജാവായി അങ്ങ് ഇരിക്കുക. അപ്പോഴാണ് ഇവർ പറയുന്നത് ഇതാ വരുന്ന ഒരു ദൈവരാജ്യം. അതുകൊണ്ട് ആ യേശുവിനെ കുറിച്ച് അവർ പ്രസംഗിക്കുമ്പോൾ അന്ത്യക്രിസ്തുവിനും അവൻ്റെ ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല, ഒരിക്കലും അവർ അംഗീകരിക്കത്തില്ല. അവർ അങ്ങ് പ്രകോപിതരായി തീരുന്നു, അവരുടെ ഉള്ളിലുള്ള കോപം ഇളകുകയാണ്, അങ്ങനെ ഇവരെ കൊല്ലുന്നു. അതാണ് ദൈവവചനം നിമിത്തവും യേശുവിൻ്റെ സാക്ഷ്യം നിമിത്തവും കൊല്ലപ്പെട്ടവർ. ഞാൻ പറയാം, ഒരുപക്ഷെ നമ്മൾ അങ്ങനെ കൊല്ലപ്പെടുവാനിടയായാൽ നിങ്ങൾ ഭാരപ്പെടരുത്. ഞാനോ നിങ്ങളിൽ ഒരാളോ സുവിശേഷ നിമിത്തം ഒരുപക്ഷെ മരണപ്പെടേണ്ടി വരും. നാളെ ആര് എവിടെ വെച്ച് എങ്ങനെ ആക്രമിക്കപ്പെടുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് കാലങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ എത്രയോ പേര് മരിച്ചു. ലോകത്തിൽ ഈ കമ്മ്യൂണിസത്തെക്കുറിച്ചാണ് രക്തസാക്ഷികളെ രക്തത്തിൽ കിളിർത്തതെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ രക്തത്തിൽ കിളിർത്ത് രക്തത്തിൽ തളർന്നു പോകാതെ പടർന്ന് പന്തലിക്കുന്ന ഒറ്റ പ്രസ്ഥാനമേ ഉള്ളൂ, അത് ക്രിസ്തുമാർക്ക് മാത്രമാണ്. അത് ചോരയിൽ കിളിർത്തതാണ്. അതുകൊണ്ട് അത് വെയിലത്ത് വാടത്തില്ല. ഒരു ശൈലിയിൽ പറഞ്ഞാൽ ഇന്നും ചോര കൊടുത്ത് തന്നെയാണ് അത് നിൽക്കുന്നത് എന്ന് പറയും. നമ്മൾ ഈ വിശ്വാസം നിലനിർത്താൻ വേണ്ടി മറ്റുള്ളവരുടെ ചോര ചുന്താൻ പോകുന്ന കാര്യമല്ല. ഈ വിശ്വാസം നിമിത്തം മറ്റുള്ളവർ ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചവരുടെ ചോര ചൊരിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുവേണ്ടി തയ്യാറായി നിൽക്കുന്ന എത്രയോ ആളുകൾ. അതൊക്കെ ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല. അത് നിമിത്തം ഇവിടെ കൊന്നുവെന്നാണ് പറയുന്നത്. അതും കൊന്നതിനെ കുറിച്ച് കൊന്നെന്നല്ല പറയുന്ന ആ പ്രയോഗം കണ്ടോ? അവരെന്ത് ചെയ്തെന്നാണ് പറയുന്നത്? അറുക്കപ്പെട്ടവർ. ഇത് യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. കുഞ്ഞാട് എന്ത് ചെയ്യപ്പെട്ടു? അറുക്കപ്പെട്ടു. കുഞ്ഞാടിനെ സാക്ഷിക്കുന്ന ആളുകൾ എന്ത് ചെയ്യപ്പെടുന്നു? അറുക്കപ്പെടുന്നു.
ഈ അറക്കപ്പെടുക എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ആടിനെയോ മാടിനെയോ യാഗപീഠത്തിന് കിടത്തി അറക്കുന്ന ആ ഒരു പ്രയോഗം, ഇവരെയും കൊന്നതിനെ കുറിച്ച് പറയുന്ന അതാണ്. വേറെ ഒരു വാക്കുണ്ട്, വെളിപ്പാട് പുസ്തകം 20:4 നോക്ക്. വെളിപ്പാട് പുസ്തകം 20:4 വാക്യം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. ആ, അടുത്ത വാക്ക് ശ്രദ്ധിച്ചോണേ. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം. ഇവിടെ പറയുന്നത് എന്തുവാ? അറുത്തു എന്നല്ല, പിന്നെ തല ഛേദിക്കപ്പെട്ടു. മുമ്പ് നമ്മൾ 70 ആഴ്ചവട്ടത്തിൽ വായിച്ചതാണ്, അഭിഷിക്തനായ പ്രഭു എന്ത് ചെയ്യപ്പെടും? ഛേദിക്കപ്പെടും. ഇപ്പൊ കണ്ടു, ഇവിടെയും ആ അഭിഷിക്തനെ സാക്ഷിക്കുന്ന ആളുകൾ അതുപോലെ ഛേദിക്കപ്പെടുക. ഞാൻ 2 പ്രയോഗങ്ങൾ ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ക്രിസ്തുനാമം നിമിത്തം മരണപ്പെടുന്നവർ അറക്കപ്പെട്ടവരായി, ഛേദിക്കപ്പെട്ടവരായിട്ടാണ് ഇവിടെ സാക്ഷിക്കുന്നത്. ഇനി അങ്ങനെ തല ഛേദിക്കപ്പെട്ട ഈ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ എവിടെ കിടക്കുന്നു? വീണ്ടും വരാം നമുക്ക്. 6-ാം അധ്യായം. അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ എവിടെ കണ്ടു? യാഗപീഠത്തിന് കീഴിൽ കണ്ടു. എന്തുകൊണ്ട് യാഗപീഠത്തിന് കീഴിൽ കണ്ടു? ഇതിന് പല വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട് വേദ പണ്ഡിതന്മാർ. എനിക്ക് കുറച്ച് സ്വീകാര്യമായി തോന്നിയ എനിക്ക് വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരു വ്യാഖ്യാനം ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോട് പങ്കുവയ്ക്കാം. ഈ മഹാപീഡനം ആരംഭിക്കുമ്പോൾ അന്ത്യക്രിസ്തു എന്ത് ചെയ്യുമെന്നറിയാമോ? അന്നും ദൈവാലയം ഉണ്ടാകുവേ. ഇന്ന് ദൈവാലയമില്ല. അന്ത്യക്രിസ്തുവിന്റെ കാലത്ത് അന്ത്യക്രിസ്തുവിന്റെ ഒത്താശയോടുകൂടെ പൂർണ്ണ സഹകരണത്തോടെ യഹൂദന്മാർക്ക് ആലയം ഉണ്ടാക്കി കൊടുക്കും. ആരുണ്ടാക്കി കൊടുക്കും? അന്ത്യക്രിസ്തു. ആ ആലയത്തിൽ അന്ത്യക്രിസ്തു എന്ത് ചെയ്യുമെന്നറിയാമോ? പല കാര്യങ്ങൾ ചെയ്യും. ആദ്യം അവൻ അവിടെയുള്ള യാഗങ്ങളെ എന്ത് ചെയ്യും? നിർത്തലാക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ഒരു വാക്യം വായിച്ചു. ദാനിയേൽ 9-ാം അധ്യായം 27-ാമത്തെ വാക്യം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിച്ചേ. കണ്ടോ? ഹനനയാഗവും ഭോജനയാഗവും എന്ത് ചെയ്യും? ഇങ്ങനെ പറയും, ഇനി മേലാൽ ഇവിടെ യാഗം നടത്താൻ പാടില്ല, യാഗമൊന്നും ഇനി വേണ്ട. അതുമാത്രമല്ല, അതിവിശുദ്ധ സ്ഥലത്ത് ഇപ്പൊ യാഗം നിർത്തി, യാഗമില്ല. എന്നിട്ട് അതിവിശുദ്ധ സ്ഥലത്ത് കൊണ്ട് ഇവന്റെ എന്ത് വയ്ക്കുമെന്ന് അറിയാമോ? പ്രതിമ കൊണ്ട് അവിടെ വയ്ക്കും. അത് സംസാരിക്കുന്ന പ്രതിമയായിരിക്കും. അത് ആവശ്യപ്പെടും. അതാണ് വിശുദ്ധ സ്ഥലത്ത് മ്ലേച്ഛമായത് എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ എന്ന് നമ്മൾ മറ്റൊരു ഭാഗത്ത് വായിക്കുന്നത്. അതൊന്നും ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ആർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല? യഹൂദന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പൊ യാഗം നിർത്തൽ ചെയ്താലും ദൈവത്തോടുള്ള ഭക്തിയിലും പ്രതിബദ്ധതയിലും ജീവിക്കുന്ന യഹൂദന്മാർ എന്ത് ചെയ്യുമെന്നറിയാമോ? അപ്പോഴും അവർ യാഗം അർപ്പിക്കാൻ യാഗപീഠത്തിൻ്റെ അടുക്കൽ വരും. അത്രയ്ക്കായോ? എന്നാൽ നിങ്ങൾ യാഗം നടത്തുന്നതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ യാഗം അർപ്പിക്കാൻ വരുന്ന ഈ ഭക്തന്മാരെ യാഗപീഠത്തിങ്കൽ വെച്ച് തന്നെ എന്ത് ചെയ്യുമെന്നറിയാമോ? കൊല്ലും. അങ്ങനെ 1-2 പേരൊന്നുമല്ല, അങ്ങനെ വേറെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? നോക്കിക്കേ, ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം ഒരു ഉദാഹരണത്തിനാണ് ഞാൻ ഈ ഭാഗം പറയുന്നത്. ലൂക്കോസ് 13-ാം അധ്യായം 1-2 വാക്യം നോക്കുക. പീലാത്തോസ് ഗലീലക്കാരായ ചില ആളുകളുടെ ചോര. ഇവിടെ ഒരാൾ കേട്ടോ, യാഗവിരോധി, ദൈവവിരോധി, ക്രിസ്തുവിരോധി പീലാത്തോസ് ചില ആളുകളുടെ രക്തം അവരുടെ യാഗത്തോടുകൂടെ കലർത്തി എന്ന് പറയുന്നു. ഏതാണ്ട് ഇതുപോലെ ഇതിന് സമാനമായ നിലയിൽ അന്ത്യക്രിസ്തു ചെയ്യുന്ന ഒരു നീചമായ പ്രവൃത്തിയാണ് അവിടെ നമ്മൾ കാണുന്നത്. അങ്ങനെ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ, ഈ ജീവൻ എവിടെയാണ് നിൽക്കുന്നത്? രക്തത്തിൽ. ആ രക്തം ചൊരിയപ്പെട്ട സ്ഥലത്ത് അവരുടെ ജീവൻ, രക്തത്തിൽ നിലനിൽക്കുന്ന ജീവൻ, അല്ലെങ്കിൽ അവരെ ആ ശരീരം വിട്ട് പിരിഞ്ഞവരുടെ ആത്മാക്കൾ അവിടെ നിൽക്കുന്നു എന്ന ആ വാക്കിലെ ആശയം അതാണ്. അത് അവിടെ നിൽക്കുന്നു. അങ്ങനെയാണ് യാഗപീഠത്തിന് കീഴിൽ കിടക്കുന്നത് കാണുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് 10-ാം വാക്യത്തിലേക്ക് വരാം. 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അങ്ങനെ ആത്മാക്കൾ യാഗപീഠത്തിന് കീഴിൽ കിടന്നിട്ട് അവര് 10-ാം വാക്യം, വിശുദ്ധനും സത്യവാനുമായ നാഥാ, അവർ വിളിക്കുക. ഈ ആത്മാക്കൾ യാഗപീഠത്തിന് കീഴിൽ കിടന്ന് ദൈവത്തെ നോക്കി വിളിക്കുന്ന വിശേഷണം കണ്ടോ? എന്തെന്നാ വിളിക്കുന്നത്?
വിശുദ്ധനും സത്യവാനുമായ നാഥൻ. ഈ വിശുദ്ധനും സത്യവാനും ആരാണ്? 3-ാം അധ്യായം എടുത്ത് 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ആ ബാക്കി പറയുന്നത് കർത്താവിനെയാണ്. വിശുദ്ധനും സത്യവാനുമായി, വിശുദ്ധനും സത്യവാനുമായി, ദാവീദിന്റെ വംശവും വേരുമായവനായ കർത്താവ് വിശുദ്ധനും സത്യവാനുമായി. ഈ യാഗപീഠത്തിന്റെ കീഴിൽ കിടക്കുന്ന ആത്മാക്കൾ മുകളിലേക്ക് നോക്കി കർത്താവിനെ വിളിക്കുക, വിശുദ്ധനും സത്യവാനുമായ. വിശുദ്ധനായതുകൊണ്ട് അശുദ്ധിക്കെതിരെ പ്രതികരിക്കും, ഉറപ്പാണ്. ആ വിഷയത്തിൽ സത്യസന്ധനാണ് അവിടുന്ന്. അവർ സത്യദൈവം, നിത്യജീവനും സത്യദൈവവുമാണ്. എന്നിട്ട് ആ നാഥ എന്നുള്ള പ്രയോഗം കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ദൈവത്തെ അഭിസംബോധന ചെയ്യുന്ന മനോഹരമായ ഒരു പ്രയോഗമാണ്. നാഥ, നായക, കർത്താവേ, നടത്തിപ്പുകാര, ഞങ്ങളുടെ രക്ഷിതാവേ എന്നൊക്കെയുള്ള അർത്ഥം കൊണ്ടേയുണ്ട്. നാഥ, ദൈവത്തെ വിളിക്കുക. അത് ആ പ്രയോഗം പുതിയ നിയമത്തിൽ വേറെ ഒന്നിടത്തുണ്ട്. യൂദായുടെ ലേഖനം 4-ാമത്തെ വാക്യം നോക്കിക്കേ. യൂദായുടെ ലേഖനം 4-ാമത്തെ വാക്യം നോക്ക്. ഉണ്ടോ? ഏകനാഥനും നമ്മുടെ അപ്പോ ഏകനാഥൻ ഒരു നേരത്തെ കേട്ടു, ഒറ്റ കർത്താവേ ഉള്ളൂ, നമുക്ക് ഏക കർത്താവേ ഉള്ളൂ. ഇതിന്റെ 2 പത്രോസ് 2:1 അതേ പ്രയോഗമുണ്ട്. 2 പത്രോസ് 2:1 നോക്ക്. 2 പത്രോസ് 2:1. ഓ നാഥന്. അപ്പൊ കർത്താവിനെയാണ് അവിടെ വിശേഷിപ്പിക്കുന്നത്. നാഥൻ. ദൈവത്തിന് സ്തോത്രം. ഈ നാഥ എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ദയനീയമായ ഒരു വിളി, അല്ലെങ്കിൽ ഒരു സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിലവിളി. ഇപ്പൊ യാഗപീഠത്തിന്റെ ഇതൊരു യാഗപീഠമായി അങ്ങ് സങ്കല്പിക്കുക. അവിടെ കുഞ്ഞു കിടക്കുന്ന ആത്മാക്കൾ വിളിക്കുക, വിശുദ്ധന് സത്യവാനുമായ നാഥ. എന്നിട്ട് അവരുടെ ആവശ്യം എന്തുവാ? അവരെന്തോ ഒരു എന്തിനു വേണ്ടിയാ വിളിക്കുന്നത്? നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും. അപ്പൊ ഇവരെന്തിനാ വിളിക്കുന്നത്? ഇവർ വിളിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവരെ കൊന്നവരെ ന്യായം വിധിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞ പ്രതികാരത്തിന് വേണ്ടി വിളിക്കുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു ദൈവ പൈതൽ അങ്ങനെ പ്രതികാരത്തിന് വേണ്ടി വിളിക്കാമോ? പ്രതികാരത്തിന് വേണ്ടി ആഗ്രഹിക്കാമോ? എന്താ നിങ്ങൾ പറയുന്നത്? നമ്മളെ ഉപദ്രവിക്കുന്നവരാകട്ടെ, നമുക്കെതിരെ നീങ്ങുന്നവർക്ക് വേണ്ടി ആകട്ടെ, എന്തോ ആകട്ടെ, ശത്രുവിനെ ശിക്ഷിക്കാൻ വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞാൻ ഒന്നും പറയുന്നില്ല, എല്ലാം നിനക്കറിയാം, നീ കാണണം, നീ അറിയണം, നീ നന്നായി ചെയ്തോണം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് 2 എന്താ പറയുക, പെൻഡ്രൈവിൽ കൊള്ളാത്തതില്ല അതിനകത്ത് കിടപ്പുണ്ട്. ഓരോ വാക്കിനകത്ത് ചേർത്താൽ എല്ലാം വെച്ചിട്ടാണ് ഒറ്റ വാക്കിലങ്ങ് പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റുമോ? ഇവർ ദൈവസഭ അംഗങ്ങളല്ല. ആര്? ഇപ്പോൾ ഈ യാഗപീഠത്തിന്റെ കീഴിൽ കിടന്ന് പ്രതികാരത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് നിലവിളിക്കുന്ന ഈ ആത്മാക്കളായ ഈ ആളുകൾ ദൈവസഭാംഗങ്ങളല്ല. ഇവർ മഹാപീഡന കാലത്ത് നേരത്തെ കേട്ടതുപോലെ കൊല്ലപ്പെട്ട ആളുകളാണ്. അവരങ്ങനെ വിളിക്കുന്നു, അവർക്ക് വിളിക്കാം. അതൊരു ആ കാലഘട്ടത്തോട് ചേർന്ന് അത് ഒരു സ്വാഭാവിക മാത്രമാണ്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ച് എന്താ പറയുന്നത്? 1-2 കാര്യങ്ങൾ പറയാം. അതിന് നമ്മുടെ കർത്താവിൻ്റെ കാര്യം തന്നെ ഒന്നാമത് പറയാം. ക്രൂശിക്കപ്പെടുന്ന വേളയിൽ ക്രൂശിൽ കിടന്ന് 7 മൊഴികൾ പറയുമ്പോൾ 1-ാമത്തെ മൊഴി എന്നതാ പറഞ്ഞത്? ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരൊരു. അവിടെ തുടങ്ങുക ആ മാർഗത്തിൻ്റെ മഹത്വം, മഹിമ. അതാണ് ക്രിസ്തു ഭക്തന്മാർക്കുള്ളത്. അത് കഴിഞ്ഞ് നിങ്ങൾക്കറിയാമല്ലോ, ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് സ്തേഫാനോസാണ്. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അവസാനം ആ ഭക്തശിരോമണിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കെന്നതാ? അപ്പോസ്തല പ്രവൃത്തികൾ 7:60 വാക്യം നോക്ക്. അപ്പോസ്തല പ്രവൃത്തികൾ 7:60.
എന്തോ ഒരു വാക്ക് അദ്ദേഹം പറയുന്നത് നോക്കണേ. ഇപ്പൊ കർത്താവ് കാണിച്ച മാതൃക അക്ഷരം പ്രതി അദ്ദേഹം ജീവിതത്തിൽ പാലിക്കുന്നത് വെളിപ്പെടുത്തിയിരിക്കുന്നു. വായിച്ചോ. മുട്ടുകുത്തി ഓ ഈ പാപം അവർക്ക് നിർത്തരുതേ എന്ന് പറഞ്ഞാൽ അവരോട് പൊറുക്കണമേ എന്നും പറഞ്ഞ. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഉപദേശം എന്നതാ? നിങ്ങൾ പ്രതികാരം ചെയ്യരുത്. റോമാലേഖനം 12:19 മുതലുള്ള വാക്യത്തിൽ എഴുതി വച്ചിരിക്കുക. ഇതാണ് ദൈവസഭയുടെ പ്രമാണം. എന്നാൽ ഇതിന് നേരെ വിപരീതമായിട്ടാണ് മഹാപീഡന കാലത്ത് കൊല്ലപ്പെട്ട ഈ ആത്മാക്കൾ അവിടെ കിടന്ന് നിലവിളിക്കുന്നത്. അവരെ അങ്ങനെയുള്ള ഒരു അത് മൊത്തത്തിൽ അതാണല്ലോ ആ കാലഘട്ടം എന്ന് പറയുന്നത്. ന്യായവിധി തന്നെയാണല്ലോ. മരണപ്പെട്ടവർക്കും ന്യായവിധി, മരിച്ചവർക്കും ന്യായവിധി, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തോട് ചേർന്ന് അവർ നിലവിളിക്കുന്ന ഒരു വാക്കാണ് ആട്ടെ. എന്നിട്ട് നിലവിളിക്കുമ്പോൾ അവിടെ അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇനി എത്രത്തോളം. ഇങ്ങനെ ആ എത്രത്തോളം എന്നുള്ള പ്രയോഗത്തിനും വലിയ വിശദീകരണം ആവശ്യമുള്ളതാണ്. പല സങ്കീർത്തനങ്ങളിലും പഴയ നിയമത്തിൽ ഇതുണ്ട്. ഒരു സങ്കീർത്തനം ഒന്ന് വായിച്ചിട്ട് വരാം. 13-ാം സങ്കീർത്തനം 1-2 വാക്യം. സങ്കീർത്തനങ്ങൾ 13-1-2 വാക്യം നോക്കിക്കേ. അവിടെ ഒരു 4 പ്രയോഗങ്ങൾ അത് ആവർത്തിക്കുന്നുണ്ട്. യഹോവേ എത്രത്തോളം മറക്കും. അടുത്ത് എന്നിട്ട് എത്രത്തോളം ഇതുപോലെ വേറെയും പല സങ്കീർത്തനങ്ങളിൽ ഈ പ്രയോഗമുണ്ട്. എത്രത്തോളം. ഇതുപോലെ ബാബേൽ പ്രവാസത്തിൽ കിടക്കുമ്പോഴും അവിടെ നിന്ന് അവരെ മുക്തരാക്കി കൊണ്ടുവരുവാൻ നീ എത്രത്തോളം താമസിക്കുമെന്ന് ചോദിക്കുന്ന ഒരു പ്രയോഗമുണ്ട് പ്രവചനത്തിൽ. വരാം നമുക്ക്. സക്രിയ പ്രവചനം അതിൻ്റെ 1-ാം അധ്യായം. സക്രിയ പ്രവചനം 1-ാം അധ്യായം 12-13 വാക്യം നോക്ക്. സക്രിയ 1-ാം അധ്യായം 12-13 വാക്യം. എഴുപത് സംവത്സരം നീ കൃത്തിച്ചിരിക്കുന്ന കണ്ടോ എത്ര വർഷത്തേക്കാണ് കൃത്തിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കോപിച്ചിരിക്കുന്നത്? അത് തന്നെ അവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് അത് താമസിക്കുന്ന കർത്താവേ നീ എത്രത്തോളം ഇനി അത് പെട്ടെന്ന് തിരിച്ചു വരുത്തി ആ ജനത്തെ എന്ന് എത്രത്തോളം എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം വരുന്നത് നോക്ക്. ഉത്തരം എന്നതാ? അതിന് യഹോവ എന്നോട് ദൂതനോട് അയ്യോ എങ്ങനെയുണ്ട്? ഒരു തണുത്ത വെള്ളം കുടിച്ചതുപോലൊരു സുഖമല്ലേ? അതിന് പറയുന്ന മറുപടിയുണ്ട്. അതിനെന്നോട് പറഞ്ഞത് നല്ല വാക്കും. പിന്നെ ഇവിടെ വിശ്വാസികൾക്കൊരു പ്രായോഗിക ഒരു നിർദ്ദേശമുണ്ട് കേട്ടോ. നമ്മോട് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ അവരോട് കയറി കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ ചാടാതെ, ഇവിടെ പറയും പോലെ അല്ലയോ, നല്ല വാക്കും. അടുത്തൊരു വാക്കുണ്ടല്ലോ, എന്നതാ? ആശ്വാസകരമായ നിലയിൽ നല്ല വാക്ക് പറയാൻ കഴിഞ്ഞാൽ നല്ലൊരു പ്രയോഗമാണ് കേട്ടത്. അത് ഏത് വിഷയത്തിലായാലും, മനസ്സിലായോ? അല്ലാതെ ഒരു കാര്യം ഇങ്ങോട്ട് ചോദിച്ചാൽ പിന്നെ ചാകും വരെ അവൻ എന്നോട് ചോദിക്കരുത്. ആ പരുവത്തിന് തിരിച്ച് പ്രതികരിക്കരുത്. ആ ചോദിച്ചപ്പോൾ നല്ല വാക്കും ആശ്വാസകരമായ നല്ല വാക്കും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആശ്വാസകരമായ വാക്ക് എന്നാ? ഇനി എത്രയും പെട്ടെന്ന് ആ കാലം അങ്ങ് തീരും, നിങ്ങൾക്ക് മടങ്ങി വരാം എന്നും കൂടിയാണ് അതിനകത്ത് അർത്ഥം. ആട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് പിന്നെയും വരാം. അപ്പൊ എത്രത്തോളം എന്ന് ചോദിക്കുന്നു. അതിന് എന്നാ മറുപടി കൊടുക്കുന്നത്? വെളിപ്പാടിൽ എന്നാ മറുപടി പറയുന്നത്? 11-ാം വാക്യത്തിന്റെ ഒടുവിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇനിയും ഇതുപോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയോളം എത്ര കാലം? എത്രത്തോളം അവർ ചോദിക്കുക. അപ്പൊ പറയുക, നിങ്ങൾ ഇരിക്കുക, ഇനി അധികം ഒന്നും വരില്ല, ഇനി ഒരു അല്പകാലം കൂടെ. ഈ അല്പകാലം എന്ന് അവിടെ പറയുന്നതിന് 2 അർത്ഥത്തിൽ മറുപടി എടുക്കാം. ഒന്ന്, അത് യേശുവിൻ്റെ മടങ്ങി വരവാണ് അല്പകാലം. അതിൽ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പ്രസിദ്ധമായ ഒരു വാക്യമുണ്ടല്ലോ, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട്. ഇനി ഹക്കായി പ്രവചനത്തിൽ പറയുന്നുണ്ട്, ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട്. അതാണ് ഇനി കുറഞ്ഞ ഒരല്പസമയം. എന്നിട്ട് എബ്രായ ലേഖനത്തിൽ ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട്. ഇനി ഇതിന് ദിവസക്കണക്കിൽ ദാനിയേൽ പ്രവചനത്തിൽ ഒരു വാക്കുണ്ട്, ദിവസക്കണക്കിൽ. ദാനിയേൽ 12-ാം അധ്യായം എടുത്ത് ദാനിയേൽ 12-ന്റെ 12-ാമത്തെ വാക്യം. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട്, പിന്നെ അല്പകാലം കഴിഞ്ഞിട്ട്, പിന്നെ ഇവിടെ എങ്ങനെ പറയും നോക്കാം.
1330. ഇതെന്താണെന്നറിയാമോ? മഹാപീഡനത്തിന്റെ മധ്യകാലം മുതൽ മുമ്പോട്ടുള്ള കാലമാണ്. ഇവർ അതിനു മുമ്പേ കൊല്ലപ്പെട്ടവരാ. ഇനി അപ്പൊ മഹാപീഡനം തീരാൻ അതിന്റെ നടുക്ക് വെച്ച് പറയുക 1335 ദിവസം കൂടെ കഴിയുമ്പോൾ മഹാപീഡനം എന്ത് ചെയ്യും? തീരും. അതുവരെ. അപ്പോൾ അതിന്റെ വർഷക്കണക്കിൽ പറഞ്ഞാൽ ഒരു 3.5 കൊല്ലം, മാസക്കണക്കിൽ പറഞ്ഞാൽ ഒരു 42 മാസം, ദിവസക്കണക്കിൽ പറഞ്ഞാൽ ഒരു 1335 ദിവസം കൂടെ നിങ്ങളൊന്ന് പുറത്തേ പറ്റും. നിങ്ങളവിടെ കിടാ വെള്ളം വയ്ക്കാതെ സ്വസ്ഥമായിരിക്കും. അതാണ് അത് കഴിഞ്ഞിട്ട് 14-ാം അധ്യായത്തിൽ വരുമ്പോൾ പ്രസിദ്ധമായ നമ്മളൊക്കെ മനഃപ്പാടമാക്കിയ ഒരു വാക്യമുണ്ടല്ലോ, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് എന്ത് ചെയ്യേണ്ടാകുന്നു? ഈ ആത്മാക്കൾ അവിടെ ചെന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി നമ്മൾ കാണണം. അവർ സ്വസ്ഥമായിരിക്കുക. അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ദൈവം പറയുന്നൊരു വാക്കാണ്. ഇനി അല്പസമയം കൂടെ കഴിയുമ്പോൾ ആർക്ക് എങ്ങനെയുള്ള പ്രതികാരം ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം. ദൈവം എല്ലാം അതാത് സമയത്ത് ഭംഗിയായിട്ട് ചെയ്യുന്നു. നിങ്ങളെപ്പോലെ ഇനിയും കുറേ പേര് കൂടെ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? കൊല്ലപ്പെടേണ്ടിയിരിക്കുന്നു. ഇനിയും മരണം നടക്കാൻ പോവുക. ഇനിയും രക്തസാക്ഷികളാக ആളുകളുണ്ട്. അവരും കൂടെ മരിച്ച് അവരും കൂടെ വരണം. ആ സംഖ്യ തികയുന്നത് വരെ നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവർക്ക് തൽക്കാല ആശ്വാസം എന്ന് പറയുമ്പോൾ ആ നിലവിളിയിൽ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവർക്കൊരു അംഗീകാരം നൽകി. അതെന്നതാണെന്നറിയാമോ? അവർ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർക്ക് ഓരോരുത്തരും വെള്ള നിലയെങ്കി കൊടുത്തു. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട്, അപ്പോൾ അവർ പറഞ്ഞ പ്രകാരമുള്ള ഒരു മറുപടി അവിടെ വന്നില്ല. അതിനിനിയും സമയമുണ്ട്. ആ പ്രവൃത്തിക്ക് ഇനിയും കുറേ കാലം കൂടെ കാത്തിരിക്കണം. പക്ഷെ അതിന് മുമ്പായി നിങ്ങൾ യേശുവിൻ്റെ സാക്ഷി നിമിത്തം കൊല്ലപ്പെട്ടവരാ, നിങ്ങൾ ദൈവവചന നിമിത്തം മരണപ്പെട്ടവരാ, നിങ്ങളെ മുക്തകണ്ഠം സ്വർഗം എടുക്കുന്നു, അംഗീകരിക്കുന്നു. അതിൻ്റെ പ്രതീകമായി, അതിൻ്റെ സൂചകമായി അവർക്ക് എന്ത് കൊടുത്തു എന്നാണ്? അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ വെള്ളമയമാണ്. മുമ്പ് നമ്മൾ പല പ്രാവശ്യം അത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പല തലങ്ങളിലും വെള്ള അവിടെ എല്ലാം വെള്ളമയമാണ്. ദൂതന്മാർ സുപ്രധാരികളായിട്ടാണ് ഇരിക്കുന്നത്. അവർ ധരിക്കുന്നത് വെള്ളയാണ്. അതുകൊണ്ട് വെള്ള കളർ ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അവിടെ അതേ ഉള്ളൂ കേട്ടോ. വെള്ള നിലയെങ്കിൽ കൊടുത്ത്. വെള്ളം എന്തിനെ സൂചിപ്പിക്കുന്നു? വിജയത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, വിശുദ്ധിയുടെ ഒക്കെ പ്രതീകമാണ്. അപ്പോൾ ഇവരെ അംഗീകരിച്ച് ഇവരെ ആ വിധത്തിൽ ആശ്വസിപ്പിച്ചിരിക്കുക. ധൈര്യശാലികളായിരിക്കും എന്ന് പറഞ്ഞ് അവർക്ക് അരുളപ്പാടുണ്ടായി എന്നാണ് അവിടെ കാണുന്നത്. ഞാനിവിടെ ചുരുക്കുന്നു. ഇതാണ് 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഉണ്ടായ സംഭവം. മതപീഡയാൽ അല്ലെങ്കിൽ സുവിശേഷ നിമിത്തം കൊല്ലപ്പെട്ട ആത്മാക്കളുടെ നിലവിളിക്ക് മറുപടി കൊടുക്കുന്നതാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ വരുന്നത് എന്താണെന്നുള്ളത് 12 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചു കൊണ്ടുവരണം. ഇന്ന് നിങ്ങൾ കേട്ടതിലുള്ള സന്തോഷവും കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിലെ 6-ാം അധ്യായത്തിലെ 5-ാം മുദ്രയും അനന്തര സംഭവങ്ങളും എന്നുള്ളത്. കർത്താവ് തൻ്റെ കാര്യപരിപാടിയിൽ വച്ചിരിക്കുന്ന കാര്യം സമയബന്ധിതമായി നടപ്പിലാക്കുന്നു. അതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ചില സത്യങ്ങൾ നമ്മളിങ്ങനെ കേൾക്കുന്നു. അത് നമ്മുടെ ആത്മീയ പുരോഗതിക്കും സുവിശേഷ സാക്ഷ്യത്തിനും ധീരതയുള്ള ആത്മീയ ജീവിതം നയിക്കുന്നതിനും മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.